അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? വയനാട്ടിനെ കുറിച്ച്. അപ്പോൾ വയനാട്ടിലെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അപ്പോൾ ഒരു യാത്ര കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര നമുക്ക് നമ്മളിവിടെ ആണെങ്കിൽ പോലും നമുക്കതൊരു ഇത് തന്നെയല്ലേ. നമ്മളെ നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമുക്കത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണുള്ളത് അത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദനയൊക്കെ അറിയുള്ളൂ. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും സങ്കടവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നവർക്ക് ഇത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളൊരു വീട്ടിലൊരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേദന ഉണ്ടാവും. അപ്പോൾ അത് അനുഭവിക്കാൻ അതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമുക്ക് അവരെ ഇനി ഒന്നും അതുപോലത്തെ ഒരു അപകടങ്ങൾ വരാതിരിക്കാനും ദുരന്തങ്ങൾ വരാതിരിക്കാനും പ്രാർത്ഥിക്കാമെന്നല്ലാതെ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ഇപ്പോൾ ചെറിയൊരു 100 രൂപ ആണെങ്കിൽ പോലും നമ്മൾ അത് കൂടെ നമുക്ക് ലക്ഷങ്ങളോ കോടികളൊന്നും കൊടുക്കാൻ പറ്റില്ല. എന്നാലും ഒരു 100 200 ഒരു 50 രൂപ ഒരാളെടുത്താൽ പോലും നമ്മളെ കേരളത്തിലാണെങ്കിലും ഇന്ത്യ മൊത്തം അങ്ങനെ സഹായിക്കാൻ മനസ്സ് കാണിച്ചു വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരാളൊരു 10 രൂപ എടുത്ത് സഹായിച്ചാൽ തന്നെ നമുക്ക് വലിയൊരു എമൗണ്ട് ആവും അത്. ഇപ്പോൾ ഫൈസാൻ്റെ ഒരു ഇഷ്ടത്തിന് അവനായിട്ട് പറഞ്ഞ തീരുമാനമാണ് അവന് കുറച്ച് കാശ് അവനെ അങ്ങനെ കൂട്ടി വെക്കാനോട് ഇതിൽ അണക്കിൽ. ഇത് ബ്ലാക്ക് അവൻ്റെതാണ്, മറ്റേത് മോളുടേതാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് അവൻ പറഞ്ഞതാണ് നമുക്ക് അതിനടുത്ത് കൊടുക്കാമെന്നൊക്കെ. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് കൊടുന്നതാട്ടെ. 2 പേർക്കും ഒരുപോലത്തെ ആയിരുന്നു. പക്ഷേ ഇവളത് ഇങ്ങനെ എടുക്കാൻ നോക്കി അതിങ്ങനെ കത്തി വെച്ച് ഇതാക്കി അത് ഹോളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി. അപ്പോൾ ഈസിയായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് മാറ്റി ഇവളത് ഇങ്ങനത്തെ ആക്കിയതാട്ടോ. അപ്പോൾ അവൻ തന്നെ പറഞ്ഞത് നമുക്ക് കൊടുക്കാം അമ്മച്ചി. നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ ഓരോ ഫോട്ടോസും വാട്സപ്പ് വീഡിയോസും എല്ലാം കണ്ട് അവനക്ക് മനസ്സിലായി തുടങ്ങി. അവൾക്ക് അത്ര അതിനെക്കുറിച്ച് അറിയില്ല, പക്ഷെ അവനക്ക് മനസ്സിലായി തുടങ്ങി. അവൻ തന്നെ പറഞ്ഞേ അമ്മച്ചി നമുക്ക് കൊടുക്കുക, പാവങ്ങളെ അങ്ങനെ കുട്ടികളൊക്കെ കണ്ടിട്ട് അവനക്ക് ആകൊരു ഇതായി, എന്താ പറയുക, ഭയങ്കര സങ്കടമായി. അവൻ തന്നെ പറഞ്ഞു കൊടുക്കുക. അവൻ്റേത് കാശ് അവനിട്ട് വെച്ചത് അവനിട്ട് വയ്ക്കില്ല. അവരിങ്ങനെ ഓരോ കോയിൻസ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, താഴെ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി മുട്ടായി വാങ്ങുകയെന്നല്ലാതെ അവനെടുത്ത് വെക്കുന്നില്ല. അപ്പം ഞാൻ തന്നെ പറഞ്ഞേ അവർക്ക് അങ്ങനെ പറഞ്ഞാൽ അവരത് ഇടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞേ നാട്ടിൽ പോയി അങ്ങനെ ബോക്സ് കൊടുത്തപ്പോൾ പറഞ്ഞേ ഈ ഇട്ട് വെച്ച് അവന് സൈക്കിൾ വേണമെന്നാണ് പറഞ്ഞില്ല. അപ്പോൾ ആൺകുട്ടികളല്ലേ, അപ്പോൾ സൈക്കിൾ വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞു. അവൾക്കാണെങ്കിൽ കാത് കുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കമ്മൽ വാങ്ങിത്തരാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പറഞ്ഞാലാണ് ഇത് കുട്ടികൾ ഇടുള്ളൂ. അതിനുശേഷം അവർ കോയിൻസ് ഇപ്പോൾ അവരെപ്പോൾ ആര് കൊടുക്കുകയാണെങ്കിൽ അവരതിൽ കൊണ്ടുപോയിടും. ആദ്യം കിഴവനെ കെട്ടിയ അതങ്ങനെ പോയി താഴെ പോയി മുട്ടായി വാങ്ങിക്കഴിക്കുന്നതിൻ്റെ പണി അങ്ങനെ ഇട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനായിട്ട് അവന് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ 2 വർഷമായി ഇടാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഡെയിലി ഇടുന്നില്ല, ഇപ്പോൾ ആർക്കും ഡെയിലി ഇടാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പം ആരാണെങ്കിലും കുട്ടികളുടെ വീട്ടിലാണെങ്കിലും എല്ലാത്തവരാണെങ്കിലും നമ്മളിങ്ങനെ ഇട്ട് വെക്കേണ്ട ഒരു നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയെന്നല്ല, എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഇപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും എമർജൻസി കേസ് വന്നാൽ കുറച്ചൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് ഒരു എന്താ പറയുക, ഒരു നല്ല എപ്പോഴും ആവശ്യങ്ങൾ വരികയെന്നറിയില്ല. ചെറിയൊരു എമൗണ്ടാണ്. ചില സമയത്ത് നമുക്ക് 200 രൂപ പറഞ്ഞാൽ 200 അത് ആവശ്യമുള്ള സമയം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിലൊക്കെ സമയമൊക്കെ തന്നെ, പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ആ സമയത്തൊക്കെ ആണല്ലോ എല്ലാവർക്കും ഒരാൾക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോരോ 100 പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. ആർക്കും അത് കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്ന 5 അല്ലെ സാധനങ്ങൾ വാങ്ങിയാൽ ബാക്കി ചില്ലറ ഉണ്ടെങ്കിലോ അത് കൊണ്ടിടുക 5 10 ഡെയിലി ഇടണമെന്നില്ല. ഇടയ്ക്ക് നിലക്ക് ഇട്ടാലും ഒരു എമൗണ്ട് ആവില്ല നമുക്ക് ആ ഒരു ഇതിന്. അങ്ങനെ അവർ ഡെയിലി ഇടാറൊന്നുമില്ല, അവർ ഫാദർ കൊടുക്കുമ്പോൾ ഇടും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ടിട്ട് ഇടണതില്ലെങ്കിൽ അവരതിങ്ങനെ താഴെ പോയി മുട്ടായി വാങ്ങി കഴിക്കാം. അവർക്ക് ആ പ്രായമല്ല, അവർക്ക് അത്രയല്ലേ അറിയുള്ളൂ. അങ്ങനെ പറഞ്ഞിടാൻ തുടങ്ങിയ സംഭവമാണ്. അപ്പോൾ ഈ സമയത്ത് ആ എമൗണ്ട് എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൊടുക്കാൻ പറ്റുന്ന സഹായിക്കുക. പിന്നെ സഹായിക്കാൻ പറ്റാത്തവർ ആഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് ചിലപ്പോൾ കയ്യിലുണ്ടാവാതെ നമുക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അവർ പ്രാർത്ഥിക്കുക ഒന്നും ഇങ്ങനൊരു ദുരിതം ഉണ്ടാവാതിരിക്കട്ടെ. ചെറിയ കുട്ടികളും എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അവരൊക്കെ നല്ല സുരക്ഷിതരായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർ നല്ലൊരു കൈകളിൽ എത്തട്ടെ, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുക. നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അപ്പോൾ സഹായിക്കാൻ പറ്റും സഹായിക്കുക. ഒരുപാട് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും, കൊടുക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവർ പ്രാർത്ഥിക്കുക. ആഗ്രഹം ഉണ്ടായിട്ടും കൊടുക്കാൻ പറ്റാത്തവരുണ്ടാവും.
വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ എല്ലാവരും സഹായം കൊണ്ട് വീടുകളാവട്ടെ, അതിന് പഴയതുപോലെ അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ. എല്ലാവരും നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.